എനിക്കാരും തന്നിരല്ലേ. ആ ഞാൻ വിഷം തന്നെ ഇവിടെ കിടന്നു, ആരും തന്നില്ല. എനിക്കൊരു പ്ലാവിലെ വെള്ളം ഒരു പഞ്ചരി ആരും തന്നില്ലേ? ആരും തന്നില്ല. പിന്നെ ഈ ആൾക്കാരൊക്കെ പറയണതാ നിങ്ങൾക്ക് എല്ലാരും വിഷന്നപ്പോ ആരും തന്നില്ല. ഹായ്, നമ്മുടെ കുറച്ച് പുറകിലോട്ട് പോവുകയാണേ. കുറച്ച് പുറകിലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എവിടെ പോകണമെന്ന് ചിന്തിക്കും. പക്ഷെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ കുറച്ച് പുറകിലോട്ടുള്ളത് കത്തി ആയുധങ്ങളൊക്കെ ആയിരുന്നു ആദ്യം തുടക്കം. ചക്കയായിരുന്നു നമ്മുടെ തുടക്കം. അപ്പൊ ഞങ്ങൾ ചക്ക മുറിക്കാൻ പോവാണ്. ബാക്കിലൊരു ടീം ഇരിക്കുന്ന കണ്ടല്ല, ഒരു രക്ഷയില്ല. പോയി എഞ്ചിൻ ഔട്ടായിട്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം എടുക്കും തിരിച്ചു വരാനായിട്ട്. ചിലപ്പോ ഈ പോക്കില് ചിലപ്പോ ശരിയാവും. വേണ്ട, അത് പിച്ചാത്തി കണ്ട് ക്യാമറ കണ്ടോണ്ട് പറഞ്ഞേന്ന്. ഇങ്ങനെ അല്ല, ഒരേ ഇരിപ്പും കിടപ്പും ഒക്കെയാണ്, കാണൂല. എവിടെ പോണാ? എവിടെ പോണാ? ആര് വിളിച്ച? ആര്? സാധാരണ കൊച്ചു വിളിച്ച ഒരിടവും പോവാറില്ലല്ലോ, ഇന്ന് എന്തു പറ്റി? എന്തൊരു എന്തൊരു ഇല്ല, പിന്നെ ഫോട്ടോ എടുക്കണില്ല. ഇല്ല, നിങ്ങളിന്ന് നേരെ വിളിച്ച് ഇത്തിരി നേരം സംസാരിച്ചൊന്നുമില്ലായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെ സംസാരിച്ച? ഇപ്പൊ ഓർമ്മയുണ്ടാ? പക്ഷെ രാവിലെ തൊട്ട് ഇത്രയും നേരം വരെ നിങ്ങൾ ഇവിടെ ഒരേ ഇരിപ്പിരുന്ന് മിണ്ടിയൊന്നും ഇല്ലായിരുന്നല്ല. അതേനമ്മ, ഇന്ന് രാവിലെ തൊട്ട് ഈ പിച്ചാത്തി എടുക്കണത് വരെയും നിങ്ങൾ വാ തുറന്നില്ലായിരുന്നല്ല. ഇപ്പൊ എങ്ങനെ? എന്തിന് എനിക്ക് വന്നൊന്നും മനസ്സിലാവാത്ത അവസ്ഥയല്ല. എന്തായാലും ഈ ക്യാമറ എടുത്താൽ ശരിയാകും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരാഴ്ച മുന്നേ ക്യാമറ എടുത്തേനെ. ലാസ്റ്റ് 1 വീക്കായിട്ട് ഇവിടെ വീഡിയോ എടുപ്പില്ല. ചേട്ടൻ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചേട്ടൻ ഇല്ല, അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുപ്പില്ല. അപ്പം ഇതെങ്ങനെ ക്യാമറ എടുത്താൽ ശരിയാവും എന്ന് അറിയുന്നെങ്കിൽ ഞാൻ നേരത്തെ വെറുതെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നേനെ. സീരിയസ് ആയിട്ട് കൊട്ടാരക്കര പോയി വന്നതിന് ശേഷം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആഹാരമൊന്നും വാങ്ങിച്ച് കഴിക്കത്തില്ല, ഗുളി വാങ്ങിച്ച് കഴിക്കത്തില്ല, ഒരേ ഇരിപ്പ്. കേക്കാമോ? സാധാരണ ഞാൻ വിളിച്ചാലൊന്നും കേൾക്കൂലായിരുന്നല്ല. ആര്? അയ്യോ, സത്യമായിട്ട് ഞാൻ വെറുതെ ക്യാമറയുടെ മുന്നിൽ വെച്ച് പറയണല്ല. ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. എത്ര ദിവസത്തിന് ശേഷമാണെന്നറിയോ ഇങ്ങനെ സംസാരിക്കണേ? എനിക്ക് തോന്നുന്നു ഇവരുടെ മരുന്ന് ക്യാമറയാണെന്നാണ് തോന്നണേ. ഒരാഴ്ച കൊണ്ട് ചേട്ടൻ ജോലിക്ക് പോവുകയാണ്. അപ്പൊ ഒരാഴ്ച കൊണ്ട് ഇവിടെ ക്യാമറ എടുക്കാൻ ആളില്ല. ചേട്ടൻ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ, ഒന്നുകിൽ ചേട്ടൻ വേണം അല്ലെങ്കിൽ നന്ദപ്പൻ വേണം. അപ്പൊ നന്ദപ്പൻ സ്കൂളിൽ പോണ്, ചേട്ടൻ സൈറ്റിലും പോണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ക്യാമറ എടുക്കാൻ ആളില്ല. അപ്പൊ ഞാൻ ഒരാഴ്ച കൊണ്ട് വീഡിയോ എടുക്കണില്ല. മുന്നേ എടുത്ത വീഡിയോ ആണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ആകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെറുതെ എങ്കിലും സത്യമായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചുകൊണ്ട് നിന്നേനെ. എനിക്ക് തോന്നുന്നു ഇവിടെ ട്രീറ്റ്മെന്റ് ഇതാണെന്ന്. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഞാൻ ഒരു കാര്യം പറയാം. ചക്കടക്കാൻ പോകുമ്പോൾ ഒരു കാര്യം പറയാം. ഈ കാറ്റഗറിയാ ഡിഫറൻറ്റ് പാറ്റേൺ എന്ന പോലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവരുടെ അസുഖത്തിന്റെ ഒരു രീതി. ഞാനത് ഈ ഇടയ്ക്ക് 2 ദിവസം മുന്നേ അമ്മയുടെ ഗുളിക, അമ്മ ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഈ മാറ്റങ്ങൾ വന്നപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞായിരുന്നു ഡോക്ടറോട്. ഇല്ല മക്കളെ, നമ്മളെ ഈ ബുദ്ധിമുട്ട് എന്തെങ്കിലും, നമുക്കിപ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടി തോന്നുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് പറഞ്ഞ് മരുന്ന് മാറ്റും. അപ്പൊ അങ്ങനെ ഞാൻ ഇപ്രാവശ്യം 2 ദിവസം മുന്നേ, കാര്യം അങ്ങനെ ആയിരുന്നു അമ്മ. അപ്പൊ ഞാൻ അങ്ങനെ പറയാനായിട്ട് പോയപ്പോഴത്തേക്കും എനിക്ക് അവിടെ ഒരു കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു അടുത്തൊരു വീഡിയോയിൽ അത് പറയാം എന്ന് കരുതിയിരിക്കുമായിരുന്നു. ആൾക്കാർക്ക് വ്യത്യസ്തമായത് വെച്ചാൽ ഇവരുടെ അസുഖത്തിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. ഇപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ക്യാമറ കണ്ടാൽ മാറും അമ്മയുടെ രോഗം എന്ന് എനിക്ക് ഫീൽ ചെയ്യണു. എന്ത് ബുദ്ധിമുട്ടും ക്യാമറ കണ്ടാൽ മാറുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്താൽ അവർക്ക് ഭേദം ഉണ്ടാവും. ഞാനിപ്പോ എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിയും അല്ലെങ്കിൽ ഞങ്ങളെക്കാട്ടിയൊക്കെ ഉത്സാഹം
വീഡിയോ എടുക്കാൻ അമ്മയ്ക്കാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാര്യം ഇത്രയും ദിവസമായിട്ട് ഒരു 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 മാറ്റവും ഇല്ലാണ്ടിരുന്നത് എല്ലാവർക്കും അറിയാം, അയൽക്കാർക്കും ഒക്കെ അറിയാം. അമ്മയുടെ അനക്കവും ഇല്ല, ആവിയില്ല, വാ തുറക്കുന്നെങ്കിൽ ദേഷ്യപ്പെടാനാണ്. അങ്ങനെ ഇരുന്ന ഒരാള് ഇതേ പെട്ടെന്ന് അവിടെ ആദ്യം തുടക്കം ഇരുന്ന് നിങ്ങൾ കണ്ടില്ലേ, ക്യാമറ കണ്ടപ്പോ പെട്ടെന്ന് ചാടി എണീറ്റ് വന്ന് പിന്നെ കുഞ്ഞി വാ ചക്കടക്കാനെന്നും കൂടെ പറഞ്ഞപ്പോ പുള്ളി മാറി. ഇപ്പൊ അത് ചേട്ടൻ വന്നപ്പോഴാണ് ക്യാമറ എടുക്കുന്നത്, ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കും ആരാണ് വീഡിയോ എടുക്കുന്നതെന്ന്. ഒന്നുകിൽ ചേട്ടൻ അല്ലെങ്കിൽ നന്ദപ്പൻ. ഇവർക്ക് രണ്ടുപേർക്കും അല്ലാതെ വേറെ ആർക്കും ക്യാമറയൊന്നും എടുക്കാൻ പറ്റില്ല ഇതിന്റെ മുമ്പില്. വേറെ ആരെയും കൊണ്ടും അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ഫാമിലി കോർഡിനേറ്റ് ചെയ്താണ് വീഡിയോ എടുത്തുകൊണ്ട് പോണത്. പുറത്തുനിന്ന് ആരെയും നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്ന് വീഡിയോ ഒന്നും എടുപ്പിക്കാറില്ല. എഡിഷൻ ഞാൻ കൊടുക്കാറുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അത് ഒരുപാട് പേര് ചോദിക്കും ഉമ്മേനാണ് എഡിറ്റ് ചെയ്യുന്നത്, വേറെ ആരെങ്കിലും എഡിറ്റ് ചെയ്യിക്കാറുണ്ടോ, അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പൊ നമ്മളെ ക്യാമറ ഇതിന് ചേട്ടനും നന്ദപ്പനും മാത്രമേ വരാറുള്ളൂ, വേറെ ആരെ കൊണ്ടും പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഈ നിൽക്കുന്നതിൽ കുറെ ഇതിനകത്ത് കുറെ എഡിഷനൊക്കെ ഞാൻ വരുത്തും. 2 ചക്ക ഏത് 2 ചക്ക? അതൊക്കെ കണ്ടായിരുന്നാ? അതൊക്കെ കണ്ടായിരുന്നാ? എപ്പോ കണ്ട? എപ്പോ കണ്ട? അതന്നെ ചക്ക വിളഞ്ഞെന്ന് എപ്പോ കണ്ടത്? ഇവിടെ കൊണ്ടുപോകുന്നു. ഏത് കൂട്ടാൻ വയ്ക്കാൻ? ഏത്? അത് വരിക്ക ചക്കയല്ലേ? അത് തന്നെ അതിന്. ബാ എല്ലാരും ബാ, നമുക്ക് ചക്ക അടക്കാൻ പോവാൻ. വരി എല്ലാരും വരും, ബാ 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 പെണ്ണുങ്ങളെ. കേബിള് വന്നല്ലേ? ഞാൻ വിളിച്ചിരുന്നു അന്ന് വൈകുന്നേരം വിളിച്ചിരുന്നു. പിറ്റേ ദിവസം ഞാൻ ചേട്ടനെ വിളിച്ചിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു വന്ന് അന്ന് തന്നെ വന്ന് കൊടുത്താന്ന് പറഞ്ഞു. അവളില്ലേ? ചക്ക വിളഞ്ഞിരിക്കുന്നത് പറയുന്നത്. അത് തന്നെ വെടിച്ചു നിക്കുന്നത്. ആ വിളയുമ്പോഴേ വെടിക്കത്തുള്ളൂ. ഇത് വലിയ ചക്കയാവും, പക്ഷെ ഇപ്രാവശ്യം ഇത് സീസണിൽ ആദ്യം വീണത് കുഞ്ഞു ചക്ക. എന്നാ പറക്കില്ലേ? അല്ല ഇത് നേരത്തെ ഇത് വിളഞ്ഞു നിക്കുമ്പം ആൾക്കാർ വരിക്കച്ചക്കയാണേ. അപ്പൊ ഞാൻ നോക്കുമ്പോ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയി കഴിക്കണമെങ്കിൽ കഴിക്കട്ടെന്ന് വിചാരിക്കും. എന്തിനു വെറുതെ തറയിൽ കിടന്നത് വേസ്റ്റ് ആവണേ, പഴുത്ത് താഴെ വീഴും. അപ്പൊ ഞാനെക്കാട്ടി വിചാരിച്ച ആൾക്കാർ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോട്ടെന്ന് എഴുതിയിട്ട് ഞാൻ അങ്ങ് ആരെങ്കിലും ഒക്കെ പറിച്ചോണ്ട് പോകാൻ പറയും. ഇത് പിന്നെ ഇപ്പൊ കയ്യെത്തും ദൂരത്തായിട്ട് പറിക്കാൻ പോണ. എന്തോ തോട്ടയിൽ ഇത് ചേട്ടൻ കയറി പറിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അടത്തിട്ടാല് വെടിച്ചു നിൽക്കണോണ്ട് പൊട്ടു പോവും. എന്തിനമ്മ ഇതെന്തിനീ പട്ടികളിലൊക്കെ ദേഷ്യപ്പെടണ? പട്ടി ഇവിടെ മര്യാദക്ക് നിക്കല്ലേ? എന്റെ ചോറിക്ക് ഒരു അറമ്പാതുണ്ടോ സീറ്റി? ഇങ്ങോട്ട് ഇറങ്ങി വെച്ചേ, താഴെ ഇറങ്ങി വെച്ചേ. അട ഇറക്ക ബാ. ഇനി ചെറുക്കാൻ അടക്കുവേ. ഇനി ക്യാമറ വുമൺ ഞാനാവുവേ. തോതു ലക്കടി, ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോ ഓരോരുത്തർ നോക്കണം, നമുക്ക് നോക്കാവേ. ഡോറേ സ്വീറ്റി. ഇനി ആര്? ചാർലി എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി ഇവിടെ കാണുന്നത് ചാർലി. ലക്കടി നിങ്ങൾക്ക് ഇതിൽ ഏത് പട്ടിയമ്മ ഏറ്റവും ഇഷ്ടം? ഇതിലേത് പട്ടി ഏറ്റവും ഇഷ്ടം? ഏതിനാ? ഇതിനെയാ? ചാർലിയാ? ചാർലി നറുക്കെടുപ്പ് നിനക്കാണ്ടി ഇന്ന്. ഏത്? കറുത്തത് പങ്കരോ? അവളുള്ളോണ്ട് ഞാൻ ഇങ്ങനെ നിക്കണ ഈ വീട്ടില് ജീവനോടെ.
ഡോറ ഭയങ്കര ഒന്ന്. വെളിയിൽ വെക്കുന്ന അയണി അത് വെളിയിലാ അകത്ത് വെക്കണാ? വെളിയിൽ വെക്കാനേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ എടുത്തുണ്ടോ? ഓ മക്കളെ വണ്ടിയേ ചാത്തി എവിടെ? ഞാൻ നടന്നു വരാൻ പറഞ്ഞു. നടന്നു വരണാ? എവിടെ? അയ്യോ എന്റെ ചണ്ടൂഷ ഒറ്റയ്ക്ക് നേഴ്സറിയിലല്ല ട്യൂഷൻ എന്താടാ? ഒറ്റയ്ക്ക് വന്ന് പാവം ഒറ്റയ്ക്കൊന്നും തെറ്റ് എനിക്കാ. ആ ടീച്ചർ പറഞ്ഞിട്ട് വന്നു. സൂക്ഷിച്ചോണേ നന്ദാശ, നേരെ പിടിച്ചേക്കണേ. സൂക്ഷിച്ചിരിക്കായി. ഓ അത് തന്നെ പറഞ്ഞത് വിളഞ്ഞു നിക്കുന്നു. എന്തൊരു ലക്കടൈ. നന്ദേ ചവിട്ടിക്കോ നന്ദേ. ഓ അടക്കത് വിളഞ്ഞു നിക്കണെങ്കിൽ അത് അടക്കും. എന്തായാലും ഇതും അത് ഒരുമിച്ചാണ് വീണ. അപ്പൊ വിളഞ്ഞു കാണും. ബാഗിന് എടുക്കാനേ. മിണ്ടാതില്ലേ കുഞ്ഞാ. ആ റോട്ടിൽ വന്ന പ്ലാവ്. അതൊക്കെ ചക്കയൊക്കെ പിടിക്കും. ചക്ക പിടിക്കും എന്ത് പിടിച്ചില്ലെങ്കിലും അല്ലേ ശോഭനെ? അല്ലേ ചക്ക വിട്ടുള്ളത് ഈ കളിയില്ല. ലക്കടി ഇങ്ങോട്ട് പോ ലക്കടി. അല്ല അവക്കത് വേണം. അവൾ എന്തിനാ മണ്ടേക്കയറി നിന്നത്? ഇതെന്തിനു ലക്കടി നീ ഇവിടെ വന്ന് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കണ? എനിക്കിന്ന് സ്കൂളില്ല, ഇന്ന് സാധാരണയാണ്. എനിക്ക് ട്യൂഷൻ ഉണ്ട്. എന്നോട് സംസാരിക്കണം. എനിക്ക് ട്യൂഷൻ ഉണ്ട്. അങ്ങനെ ചക്ക ഇടല് കഴിഞ്ഞു ഗൈസ്. ചക്ക പക്ഷേ വേണ്ട വെടിച്ച് നിൽക്കുകയാണേ. ഇതിപ്പോ നാളെ അല്ലെങ്കിൽ മറ്റന്നാ നമുക്ക് തിന്ന. പക്ഷെ പിതുങ്ങണൊന്നുമില്ല, വെടിച്ചുമില്ല. വെടിച്ചതേ ഉള്ളൂ. എന്താ ലക്കടി എന്തിനാ നോയിക്കൊണ്ടിരിക്കണ? എന്താണ്? എന്ത് വേണം? എന്ത് വേണം ലക്കടിക്ക്? ചുണ്ണരിയാണ്, പാവമാണ്. നമ്മൾ എവിടെ നിൽക്കണോ അവിടെ വന്നിരിക്കും. ലക്കടി, ലടിക്കി എന്നാണ് പേര്. ഞാൻ ലക്കടി എന്നാണ് വിളിക്കുന്നത്. ലക്കടി ഇത് ചക്കയ്ക്ക് കാവലിരിക്കണം. ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നു. ആ ശരി ശരി. പിന്നെ നീ വീട്ടിൽ നിൽക്കുമ്പോ അവള് വീട്ടിൽ നിക്കണ്ടേടാ. അത് കൊള്ളാല്ല. എനിക്ക് ആകെ 2 ദിവസമാണ് വീട്ടിൽ. അപ്പൊ എനിക്ക്
നിനക്ക് വീട്ടിൽ നിൽക്കാം, അവർക്ക് വീട്ടിൽ നിന്നൂടെ, അവക്ക് വീട്ടിൽ നിന്നൂടെ? അവിടെ നേഴ്സറിയിലായിരുന്നു. സാധാരണ നേഴ്സറി എന്റെ ആളാണ് ഇതോ കിടക്കുന്നത്, മയിൽ വാഹനം. ഇന്ന് ഞാൻ സൈക്കിൾ ഓട്ടാൻ പോണില്ല, നാളെ പോവും. നാളെ പിന്നെ സൈക്കിളിലായിരിക്കും ഞായറാഴ്ച. ശരി. പിന്നെ ടി വി ഇടുമ്പോ കുഞ്ഞാത്തേര ഏറ്റവും ചക്ക പിന്നെ എടുത്താ പോരെ? പിന്നെ എന്തോ നമ്മള് പിടിക്കറിഞ്ഞമ്മ എടുത്തോണ്ട് വരാന്ന് ഞാൻ പറഞ്ഞു, എടുത്തോണ്ട് വരണം. എടുക്കട്ടെ, ഇനിയിപ്പൊ തടയണ്ട. അങ്ങനെയൊക്കെ മൈൻഡ് സെറ്റ് ആവുമെങ്കിൽ സെറ്റ് ആവട്ടെ. ഞാൻ എടുക്കണോ ചക്ക? എനിക്കറിയാം ചക്ക എടുക്കാൻ. നീ എടുക്കണ്ട. ഒരു ചക്ക ഞാൻ എടുക്കാം. നീ ഒന്നും എടുക്കണ്ട, രണ്ടും കൊടുക്കണ്ട. ശരി, പോയി. അവിടെ വയ്യമ്മ, ബാക്കി മോ എടുത്തോണ്ട് പോകും. നിങ്ങൾ അവിടെ വയ്ക്കി. കൊണ്ടുപോ. അമ്മ, നിങ്ങൾക്ക് എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാ? ഞാൻ എടുക്കാം. അവിടെ വെച്ചാണി അവിടെ വെക്കാൻ പറ ചോദിച്ചേ. ഞാൻ എടുത്തോണ്ട് വയ്ക്കാം. ആ ചക്ക നിന്നാ ആരെങ്കിലും അടുത്തോണ്ട് പോവും. അടുത്ത ചക്കയല്ലേ, ആളുകൾ തിന്നാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകും. ആൾക്കാര് തിന്നട്ട്. ആന്നും വേണ്ട. ആരും വേണ്ടേ? ആരും തിന്നണ്ടേ? നമ്മക്ക് നമ്മക്ക് തിന്നാലേ. അങ്ങനെയല്ലമ്മ, ഇത് മുഴുവനും നമ്മൾ തിന്ന് തീർക്കോ? ഇല്ലല്ലോ. അപ്പൊ കുറച്ച് പിന്നെ കുറച്ച് തിന്നണവരും കൂടെ തിന്നട്ട്. അത് വേണ്ടേ? ആർക്കും കൊടുക്കണ്ടേ? അങ്ങനെയൊക്കെ പറഞ്ഞ നമ്മക്കന്നെ ഇത്രയും വർഷമായിട്ട് എല്ലാരും തിന്നോണ്ടാണ്ടിരിക്കണം. ഞാൻ എല്ലാവർക്കും കൊടുക്കും. അപ്പൊ എത്ര പേര് ചോദിച്ചിരിക്കണം എന്നറിയോ ഒരു ചക്ക തരുമെന്ന്? അപ്പൊ അവർക്കൊന്നും കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ? പാവം എല്ലാരും ചോദിച്ചിരിക്കല്ലേ. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു പോയി. ഞാനേ കൊടുക്കാന്ന് പറഞ്ഞ്. വേണ്ട. അയ്യ, അത് അവര് ചോദിച്ചതല്ലേ അമ്മ. നമ്മള് അതെന്തരമ്മ, നമ്മൾ ഒരാൾക്ക് കൊടുക്കാന്ന് കേട്ടിട്ട് നമ്മൾ പിന്നെ കൊടുക്കാതിരിക്കണേ ശരിയല്ല. ഞാൻ കൊടുക്കും. ഞാൻ അതില് നിക്കണത് വിളയുമ്പം കൊടുക്കും. അല്ല, ഒരെണ്ണം ഞാൻ കൊടുക്കും. ഒന്നും കൊടുക്കണ്ടേ? ഇതെന്തൊരു ഏർപ്പാടമ്മ. അവരവർക്കില്ല, ഈ വരിക്കച്ചക്ക എല്ലാവർക്കും ഇല്ല. നിനക്ക് ഇത് തന്നെ വേല ആൾക്കാർക്ക് കൊടുക്കണ്ടേ? പിന്നെ അങ്ങനെയും കൊടുക്കണ്ട അമ്മ. ആരെങ്കിലും ഒക്കെ അവരില്ലാത്തതില് നമ്മളെ അവരില്ലാത്ത അങ്ങനെ ഒന്നും വന്നാലേ ആൾക്കാർക്ക് ഇല്ലാത്തതാണ് നമ്മളെ. ആൾക്കാർക്ക് ഉള്ള അങ്ങനെ പറയില്ലമ്മ. നമുക്ക് ഈ ചക്ക എന്നും എല്ലാവർക്കും ഇല്ല. നമുക്ക് അമ്മ സമ്മതിക്കാതെ കൊടുക്കാൻ പറ്റൂല. നമ്മള് അടത്ത് കഴിയുമ്പോഴത്തേക്കും വന്ന് പിടിച്ചു വാങ്ങിച്ചു വെക്കും. അങ്ങനെ വെച്ചിട്ടുണ്ട് മുന്നേ. ഇതുപോലെ അടത്ത് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി പോയപ്പോ അവരെ മുമ്പേ വെച്ചിട്ട് തന്നെ ചക്ക പിടിച്ചു വാങ്ങിച്ചു വെച്ച്. അവർക്കും സങ്കടമായി, എനിക്കും വിഷമമായി. സമ്മതിക്കാതെ കൊടുക്കാനൊന്നും പറ്റൂല. ചക്ക കൊടുത്തോളാം ഞാൻ ഒന്നല്ല. ചക്ക കൊടുത്തോളാം അത് വേണ്ട. എനിക്കാരും തന്നിരല്ലേ.
ഞാൻ വിശന്ന് തന്നെ ഇവിടെ കിടന്നു. ആരും തന്നില്ല. എനിക്കൊരു അവരെ വെള്ളം ഒരു പഞ്ചരി ആരും തന്നില്ലേ? ആരും തന്നില്ല. പിന്നെ ഈ ആൾക്കാരൊക്കെ പറയണതാ നിങ്ങൾക്ക് എല്ലാരും വിശന്നപ്പോ തന്നു. ആരും തന്നില്ല. അപ്പൊ പിന്നെ ഈ ആൾക്കാരൊക്കെ പറയണതാ. അപ്പൊ പിന്നെ എനിക്ക് തന്നില്ല. പിന്നെ ഈ ആൾക്കാർ പറയണതാ അമ്മ നിങ്ങള് ആൾക്കാര് എന്തിനാണ് പറയാത്തത്? ആൾക്കാരെ എല്ലാം പറയും. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ വെള്ളം ചോദിക്കുമ്പോ നിങ്ങൾക്ക് തരൂന്ന് പറയും. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ടില്ല. ആഹാരം ഒന്നും തന്നിട്ടില്ലേ? തന്നിട്ടില്ല. ചോറ് പിന്നെ ഈ അപ്പുറം ഇപ്പുറം ഉള്ളവരെ വീട്ടിൽ നിങ്ങൾ പോയി ചോദിക്കുമ്പോ തന്നെന്ന് പറയണതാ. ആരും തന്നില്ല. നമ്മളെ തിരിയപ്പോ തിരിയാൻ നമ്മളെ വെട്ടിയാൽ പോകും. ചക്ക പഴുത്തില്ല മക്കളെ. ചക്ക പഴുത്തിട്ട് തരാം. മക്കള് പോയി. ചക്ക നാളെ പഴുക്കോളൂ കേട്ടോ. ഇതിനകത്ത് പഴുത്തില്ലടി, വിളഞ്ഞതേ ഉള്ളൂ. സത്യമായിട്ടും അല്ല, അങ്ങനെയല്ല കേട്ടോ. എല്ലാരും കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം നാട്ടുകാര് പറയുന്നത് വിട്, ആഹാരം എല്ലാരും കൊടുക്കും. ചേട്ടൻ ഇവിടെ ഉള്ളതല്ലേ. ചേട്ടൻ 8-9 വയസ്സ് വരെ ഇവിടെ 7-8 വയസ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ആഹാരം കൊടുത്തിട്ടുള്ള നാട്ടുകാർ തന്നെയാണ്. എല്ലാവരും വീട്ടിലും പോയി ചോദിക്കും, എല്ലാരും കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവരെ തന്നെ വഴക്കുണ്ടാക്കും, അവരുമായിട്ട് വഴക്കുണ്ടാക്കും. എല്ലാരും കൊടുക്കും കേട്ടോ. അങ്ങനെ ഇപ്പൊ ഇത് കേട്ടിട്ട് ആരെങ്കിലും ഇപ്പൊ വന്ന് കമന്റ് ചോദിക്കും, അയ്യോ ആരും ദാഹിച്ച വെള്ളം കൊടുത്തില്ല, പാവം അമ്മ കുറെ കഷ്ടപ്പെട്ടു. അങ്ങനെയൊന്നുമില്ല, നിറച്ച് വെള്ളം കൊടുക്കും. അമ്മ ഇപ്പൊ സമ്മതിക്കാത്തയാണ്, ഏൽക്കാത്തയാണ്. അത് ഓർമ്മക്കുറവാണെന്നൊന്നും പറയണ്ട, ഓർമ്മക്കുറവല്ല, ഏൽക്കാത്തയാണ്. അമ്മ അറിയാം, എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി വാങ്ങിച്ചു തിന്നും, ഇവിടെ പോയി വാങ്ങിച്ചു തിന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും കൊടുക്കും. ഇവിടെ ബാക്കിലൊക്കെ ബന്ധുക്കളൊക്കെ ആയിരുന്നു. എല്ലാരും രാത്രി അത് കൊടുക്കുന്ന കഥയൊക്കെ കേട്ടാൽ സങ്കടം വരും. പാതിരാത്രി 12-1 മണിക്ക് ചേട്ടൻ ഉറങ്ങിക്കിടക്കുന്ന ചേട്ടൻ കുഞ്ഞല്ലേ, ഉറങ്ങിക്കിടക്കുന്ന, ഇത് ചേട്ടൻ പറഞ്ഞല്ല കേട്ടോ, ആൾക്കാർ പറയണേന്ന്, ഉറങ്ങിക്കിടക്കുന്ന ചേട്ടനെ പോയി വിളിച്ചുണർത്തി. അപ്പൊ ഈ വിളിച്ചുണർത്തുന്ന കഥ പിന്നെ ചേട്ടൻ പറയും. ചേട്ടൻ എണീക്കൂല. 12-1 മണിയാകുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ എങ്ങനെയാണ് അതും ഒരു കൊച്ചു കുട്ടിയാനെ വിളിച്ചുണർത്തുന്ന അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ എണീക്കാത്തതിന് ചേട്ടനോ അടിച്ച് പിടിച്ച് തള്ളി ഉന്തി വിടും. താഴെ മാമനും മാമിയൊക്കെയാണ് താമസം, അമ്മയുടെ മാമനും മാമിയും. അപ്പം ഇടയ്ക്ക് വീഡിയോയിൽ നമുക്ക് ഇഷമ്മ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ മാമിയൊക്കെയാണ് താമസിച്ചിരുന്നത്. അവിടെ ചേട്ടനെ പറഞ്ഞു വിടും വെള്ളത്തിന്. അവർക്കാണെങ്കിലോ ഈ അമ്മ പകലും മുഴുവൻ ഈ ഓരോന്ന് പറഞ്ഞതും, അമ്മ പറയുന്നതൊക്കെ ഇച്ചിരി കൂടുതലാണ്, നമ്മൾ വിചാരിക്കും പോലെ അല്ല. ആ ദേഷ്യം അവർക്കുണ്ടാവും. അപ്പോഴുണ്ട് ചേട്ടൻ പോയി മാമിയെ അമ്മയ്ക്ക് വെള്ളം വേണോന്ന് പറയും. അവർ ഓട്ടിച്ചു വിടും. കൊടുക്കും, ഇല്ലാന്നല്ല. ഈ അമ്മ പറഞ്ഞ ദേഷ്യത്തിന് അവർ ഓട്ടിച്ചു വിടും. അത് വന്ന് ചേട്ടൻ ഇവിടെ പറയുമ്പം ഇവരുടനെ പറഞ്ഞു, നീ വെള്ളം കൊണ്ട് വാടാന്നും പറഞ്ഞ് വീണ്ടും പറഞ്ഞു വിടും. ചേട്ടൻ വീണ്ടും പോവും. അതൊക്കെ നമ്മള് എന്ന് വെച്ചാൽ, ഞാൻ ഇത് സിമ്പിളായിട്ട് ഞാൻ അങ്ങ് ഒരു ബ്രീഫായിട്ട് പറഞ്ഞതാണ്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുമ്പോൾ നമുക്ക് കണ്ണിക്കൂടെ കണ്ണീര് വരും. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല. ആഹാരം എല്ലാരും കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം, എനിക്ക് ചേട്ടനും എന്തിനധികം എൻ്റെ ചേട്ടൻ ഭക്ഷണം കഴിച്ചു കിടന്നത് ആ പരിസരത്തുള്ള അമ്പലങ്ങളിൽ ഉത്സവം വരുമ്പോൾ അമ്പലത്തിൽ നിന്നും, പിന്നെ ഈ അയൽപക്കത്തുള്ള ആൾക്കാർ അത് ഒളിച്ചൊളിച്ചാ കൊടുക്കണേ, വേലിയുടെ ഇടയിൽ കൂടെയൊക്കെ. അത് ചേട്ടൻ എപ്പോഴും പറയും അങ്ങനെ ആണ് കഴിച്ചിട്ടുള്ളതെന്ന്. അപ്പൊ അതുകൊണ്ട് ഇത് കേട്ടിട്ട് ആരും വെള്ളം കൊടുത്തില്ല എന്നൊന്നും വിചാരിക്കണ്ട. അമ്മ അങ്ങ് പറയുന്നതാണ്, ആ ഒരു ദേഷ്യത്തിൽ പറയുന്നതാണ്. എന്തായാലും എനിക്ക് ജോലിയുണ്ടേ, സന്ധ്യാസമയമായി. ഇനി കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. 1-2 മണിക്കൂർ കൊണ്ടൊന്നും വീഡിയോ തീരത്തുമില്ല. എനിക്ക് നിറച്ച് ജോലിയുണ്ട്. നാട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നാട്ടുകാരും വേണ്ടേ. ഒരു വിളി കേട്ടാൽ നമുക്ക് ഈ ദൂരെ കിടക്കുന്ന ആൾക്കാരല്ലല്ലോ ഓടി വരുന്നത്, അയൽക്കാരല്ലേ ഓടി വരണം. അപ്പൊ നമ്മള് ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യണ്ടേ, നാട്ടുകാരെയും സപ്പോർട്ട് ചെയ്യണം, വീട്ടുകാരെയും സപ്പോർട്ട് ചെയ്യണം, എല്ലാരെയും സപ്പോർട്ട് ചെയ്യണം. ഈ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തൊരു കിട്ടിയെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടണ്ടമ്മ. നമ്മൾ ആരും ഉപദ്രവിക്കാൻ പോകില്ല. നിങ്ങൾക്ക് എല്ലാവരും ആഹാരം തന്നിട്ടില്ലേ? എനിക്ക് ആരും തന്നില്ല. അപ്പൊ ഇനി ചോദിച്ചാൽ ശരിയാവൂല. അപ്പൊ ഞാനത് വിട്ട്. അമ്മ എങ്ങനെയാണ്, ആരെയും സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല. അപ്പൊ എന്തായാലും ഇനി എന്തൊരു വിളക്കെടുത്ത് തേച്ചു. വിളക്ക് തേക്കാൻ പോണു. ഇവിടുത്തെ എന്നെ രോഗിച്ചൊക്കെ എന്നെ അടിച്ചിട്ടുണ്ട്, ഉപ്പിടിച്ച് വീടമ്മ ഞാനേ വിളക്കെത്തിക്കാൻ പോണു. അപ്പൊ എന്തായാലും ഇനി ഇടുന്ന ശരിയാവൂല, ചരിത്രം വരും ചരിത്രം. ഞാനേ ചക്ക നമ്മള് വിളഞ്ഞില്ല, വിളയുമ്പോ ഞാൻ മുറിക്കാവേ. നാളെ അല്ലെങ്കിൽ മറ്റന്നാ പഴുക്കും, അപ്പൊ മുറിക്കാം. അത് കൊതിയാവണ്, കുറേ നാൾക്ക് ശേഷമല്ലേ ചക്ക കിട്ടണത്, കൊതിയാവണം. അപ്പൊ ചക്ക മുറിക്കുന്ന വീഡിയോ അടുത്ത് കാണാം. ഇനിയിപ്പോ എനിക്ക് വിളക്കൊക്കെ കത്തിക്കാൻ സമയമായി, ഞാൻ വിളക്ക് എത്തിക്കാൻ പോണു. ടാറ്റാ.